പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം ഒരു കിടന്ന ചോട്ടാ മുംബൈ നാളെ റിലീസാണല്ലോ എല്ലാരും തന്നെ ലാലട്ടന്റെ പടം ചോട്ടായി മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6 ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന അലൻ ജോസ് പെരേരയെ പറ്റി പറയാൻ തന്നെയാണ്. അലൻ ജോസ് പെരേരയെ ഏവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവരെയും പ്രിയപ്പെട്ടവൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഏവരെയും ചിരിപ്പിക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്ത് തന്നെയായാലും അലൻ ജോസ് പെരേരയുടെ ഒരു വൈബ് വേറെ തന്നെയാണ് അല്ലേ. പക്ഷേ ഒരു മരണ വീട്ടിൽ പോയി അത്ര വൈബ് കാണിക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ ചരമവാർഷികത്തിന് പോയി അലൻ ജോസ് പെരേര കാണിച്ച കോപ്രായങ്ങളെ പറ്റി തന്നെയാണ്. പലരും അതിനെപ്പറ്റി പറയുമ്പോൾ രേണുസുധിയെയാണ് ക്രൂശിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഭാഗത്തേക്കല്ല പോകുന്നത്. അലൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്. കാരണം അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ പലപ്പോഴും ഒരു അഭിനയമാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. നമ്മളിൽ പലർക്കും തോന്നിയിട്ടുള്ളതുമാണ്. അഭിനയമാണെങ്കിൽ വലിയൊരു ഓസ്കാർ അവാർഡ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അലൻ ജോസ് പെരേരയുടെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഈയിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ എന്നാന്ന് പറയാം. സോ ലെറ്റ്സ് വെൽക്കം AJP അലൻ ജോസ് പെരേര. അലൻ ജോസ് സൗന്ദര്യം എന്ന് പറയുന്നതിൽ എന്താണ് വിശ്വസിക്കുന്നത്? ഒരാൾ എങ്ങനെ സൗന്ദര്യം ഉള്ള ആളായിരിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്? ചേച്ചിയെ പോലെ. അപ്പൊ ഫാമിലിയെ നോക്കുന്ന ഒരാളാണോ AJP? അമ്മയും അമ്മയൊക്കെ നോക്കുന്നുണ്ട്. മറ്റേ ഇപ്പൊ പ്രോഗ്രാമുകൾ കൊണ്ട് എല്ലാ ദിവസം പോകുന്നില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നുണ്ട്. അമ്മയെ വിളിക്കാൻ പറ്റും ഇപ്പൊ? A few moments later. ചിലവിനൊക്കെ ഞാൻ പൈസ തരാറില്ല. അത് ചോദിക്കാൻ വേണ്ടി വിളിച്ച. ഇപ്പം കല്യാണവർക്കൊക്കെ ഭയങ്കര വരുന്ന ടൈമാണ്. സോ എങ്ങനെയാണ് ഇൻകൊക്കെ ഡെയിലി എങ്ങനെയാണ് വരുന്നത്? അത് ഡെയിലി ഒരു 10K. കാരണം പണ്ട് ഇന്റർവ്യൂല് ചിരിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന ഒരു ആളിൽ നിന്നും നമ്മള് ഈ ചിരിക്കാണ്ട് വർത്താനം പറയും. ഈ ഒരു ഇന്റർവ്യൂ കണ്ട ആൾക്കാർക്കറിയാം അലൻ ജോസ് പെരേരയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഇയാൾ കാണിക്കുന്നതെല്ലാം നമ്മളെ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഒരു അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇയാൾ ചെയ്യുന്ന ഒരു കോമാളിത്തരങ്ങളല്ലേ ഇത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലെ. നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പൊതുസ്ഥലത്ത് ഇരിക്കാനും അയാൾക്ക് അറിയാം എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷേ അയാളുടെ കൂടെ നടക്കുന്നവർ തന്നെയാണ് അയാളെ ഈ ഒരു വിധത്തിലേക്ക് ആക്കി മാറ്റുന്നത്. പലരുടെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ കളിയാക്കലുകളും ജോസ് പെരേര പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മരണ വീട്ടിൽ കാണിച്ച കോപ്രായം ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. നമ്മൾ മലയാളികൾ ഒരുപാട് ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു കൊമേഡിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യുന്ന ഒരാളാണ് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മരണശേഷം എന്നല്ല, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ അന്നും ഇന്നും എന്നും ഒരുപാട് പേര് തന്നെ ഉണ്ട്. ഒരു മരണശേഷം അദ്ദേഹത്തിനെ പലരും പല രീതിയിൽ ക്രൂശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലർക്കും അദ്ദേഹത്തിനെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്നുള്ള കാര്യം നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പെരേര കാണിച്ചിട്ടുള്ള ഈ ഒരു കോമാളിത്തരം നമുക്കത് ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്ത രീതിയിൽ തന്നെ ആയത്. എന്തായാലും രേണുസുധി എന്തുകൊണ്ട് അതിനെ പ്രതികരിച്ചില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. വീട്ടിൽ വന്ന് കയറിയ ഒരാൾ അയാളെ ആ ഒരു രീതിയിലേക്ക് ആക്കുന്നത് ഈ ഒരു മാധ്യമങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ആണ് അയാളെ ആ ഒരു കോപ്രായങ്ങൾ കാണിക്കാൻ നിർബന്ധിക്കുന്നത്, അല്ലെങ്കിൽ അയാളുടെ കൂടെ നടക്കുന്നവർ തന്നെയാണ് അയാളെ ഒരു കോമാളിയാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം സത്യമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അലൻ ജോസ് പെരേരയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ അലൻ ജോസ് പെരേരയ്ക്ക് അറിയാം എന്ത് ചെയ്താലാണ് ഈ ജനങ്ങൾക്ക് മുന്നിൽ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുക അല്ലെങ്കിൽ ഒരു റീച്ച് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത്. എന്തായാലും കോമാളിത്തരം കാണിച്ചു തന്നെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമുക്ക് സോഫ്റ്റ് കോർണർ നമുക്ക് അലൻ ജോസ് പെരേരയോട് തോന്നും. കാരണം കല്യാണ വീടുകളിലേക്കൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അലൻ ജോസ് പെരേരയോട് വല്ലാത്തൊരു സഹതാപം തോന്നും. കാരണം അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതിയിലാണ് പല പരിപാടികളും നമ്മൾ കാണുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ടോ, അയ്യോ പാവം അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി നമ്മൾ ചിന്തിക്കണമല്ലോ. പാവമാണ്, അല്ലെങ്കിൽ അയാളെ എന്തിനിങ്ങനെയൊക്കെ ആൾക്കാർ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു, അതിന് പ്രേരിപ്പിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിച്ച് എന്നെ തന്നെ മാറ്റി ചിന്തിപ്പിച്ചത് ഈ ഒരു പ്രവൃത്തി തന്നെയാണ്.
ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചവർ തന്നെയാണ് കുറ്റക്കാരെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.